അപ്പോൾ ഫസ്റ്റ് 4 ഇയർ UG പ്രോഗ്രാം ഫസ്റ്റ് സെമസ്റ്റർ BSc BCA ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങിൽ തേർഡ് മോഡ്യൂളാണ് പറയുന്നത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. മുന്നേ പറയാം, സെക്കൻഡ് മോഡ്യൂളിൻ്റെ ഒരു ലാസ്റ്റ് പോർഷൻ ബാക്കിയുണ്ട്, അത് ഇത് കഴിഞ്ഞതിന് ശേഷം ചെയ്യാം. അതിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഹാർട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാനുള്ളതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനത് ഒരു റാം റോം ആ ഒരു സ്മൂത്ത് ക്യാഷ് മെമ്മറി ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അത് നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് സോഫ്റ്റ്വെയറിനെ പറ്റിയാണ്, സോഫ്റ്റ്വെയർ ഫണ്ടമെന്റൽസും അതുപോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ പറ്റിയാണ് ഈ സ്ലൈഡിൽ നമ്മൾ പറയുന്നത്. നമുക്ക് സ്ലൈഡുകളിലേക്ക് പോവാം. എന്താണ് സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അല്ലേ? അതുപോലെ അത് വർക്ക് ചെയ്യുന്നത് എന്തിനെ യൂസ് ചെയ്തിട്ടായിരിക്കും? ഡാറ്റനെ യൂസ് ചെയ്തിട്ടായിരിക്കും അല്ലേ? അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ സോഫ്റ്റ്വെയറിനെ? ഹാർഡ്വെയറിന് നമ്മൾ ഫിസിക്കൽ ഇതാണെന്ന് പറഞ്ഞു, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ മാത്രമേ പറ്റൂ. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർഡ്വെയർ മാത്രം മതിയോ? പോരാ. ഈ ഹാർഡ്വെയർ എന്തും കൂടി ഉണ്ടെങ്കിലേ വർക്ക് ചെയ്യൂ. സോഫ്റ്റ്വെയർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ടെങ്കിലേ അത് വർക്ക് ചെയ്യൂ. അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയറുകൾ ഹാർഡ്വെയറുകളും കൂടെ ഒരേപോലെ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം വർക്ക് ആവുന്നത്. അപ്പോൾ ചില സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇതുപോലുള്ള ഇൻസ്ട്രക്ഷൻ വേണം അല്ലേ? നമുക്കറിയാം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു മെഷീനാണ്, അതിന് നമ്മൾ കുറച്ച് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, അത് അതുപോലെ ഇങ്ങോട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷന് പറയുന്ന പേരാണ് എന്ത്? സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ സോഫ്റ്റ്വെയറുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം പ്രോഗ്രാമുകൾ എന്ന് പറയാം, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്ന്, ആഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിൽ കാണാനുള്ളൊരു ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ അതെന്ന് പറഞ്ഞാൽ അഡീഷൻ ആണ്, 2 നമ്പർ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കോഡായിരിക്കും, വളരെ ഒരു 4 ലൈൻ കൊണ്ടൊക്കെ എൻ്റെ കോഡ് കഴിയോടെ. അപ്പോൾ അതിന് ഞാനൊരു പ്രോഗ്രാം എന്ന് പറയും അല്ലേ? ഒരു 5 8 സ്റ്റേറ്റ്മെൻറ്റേ ഉണ്ടാവും. അപ്പോൾ ഞാനൊരു കാൽക്കുലേറ്റർ ഡെവലപ്പ് ചെയ്യാണ്, അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവണം? നിങ്ങളെ സയന്റിഫിക് കാൽക്കുലേറ്ററിലൊക്കെ എന്തൊക്കെ ഫംഗ്ഷൻസ് ഉണ്ട് അല്ലേ? എല്ലാ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസും ഇല്ലേ? അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, എക്സ്പോണന്റ് കാണാം, സ്ക്വയർ റൂട്ട് കാണാം, ലോഗ് കാണാം, സൈന്, കോസ്, ഇങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അങ്ങനെയുള്ളൊരു സോഫ്റ്റ്വെയർ ഞാൻ ഡെവലപ്പ് ചെയ്യാം, അങ്ങനെ ഒരു പ്രോഗ്രാം ഞാൻ എഴുതുമ്പോൾ അത് എന്തായി മാറി? ഒരു ആപ്ലിക്കേഷനായി മാറി അല്ലേ? അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താന്നൊക്കെ അല്ലേ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മളെ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ തന്നെ സോഫ്റ്റ്വെയർ, അവർ കുറേ ഇൻസ്ട്രക്ഷൻസാണ് എങ്ങനെയാണ് നമ്മളെ കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യേണ്ടത് അല്ലേ? എല്ലാ കാര്യത്തിലും ഡാറ്റ സെൻഡ് ചെയ്യണോ, ഡാറ്റ റിസീവ് ചെയ്യണോ, കാൽക്കുലേഷൻസ് ചെയ്യണോ, പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലാതെ ഇൻപുട്ടിലേക്കാണോ കൊടുക്കുക, ഇങ്ങനത്തെ എല്ലാ കൺട്രോളും ആരുടെ കയ്യിലാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നൊരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ്റെ കയ്യിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോഴാണ് നമ്മൾ ഈ നേരത്തെ പഠിച്ച ഹാർഡ്വെയറുകളൊക്കെ വർക്കിംഗ് കണ്ടീഷനിലേക്ക് വരും. സോഫ്റ്റ്വെയർ ആക്ട്സ് ആസ് ആൻ ഇന്റർമീഡിയറി എന്ന് പറഞ്ഞാൽ ഒരു ഇടനിലക്കാരനെ പോലെ അല്ലേ? യൂസറെ സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആര് വേണം? യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ വേണം. അപ്പോൾ അവരാണ് നമ്മൾ എന്തിനു സഹായിക്കുന്നത്? ഹാർഡ്വെയറിനെ നല്ല രീതിയിൽ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? സോഫ്റ്റ്വെയറുകൾ. അപ്പോൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷൻ ആണെങ്കിൽ അതിൽ സോഫ്റ്റ്വെയർ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യൂ? അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്ത് ഒരു ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഈ സോഫ്റ്റ്വെയറിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഒന്നുമില്ല, ഈ സ്ലൈഡിൽ നമ്മൾ പഠിച്ചത് സോഫ്റ്റ്വെയർ എന്താണ്? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് പ്രോഗ്രാമുകളാവാം, ആപ്ലിക്കേഷൻസ് ആവാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെയുള്ള വലിയ അല്ലെങ്കിൽ അങ്ങനത്തെ പെർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് ഉണ്ടാവും ഓരോ സോഫ്റ്റ്വെയറിനും. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? യൂസറിനെ കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ അത് സഹായിക്കും നമ്മളെ, ഹാർഡ്വെയറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ. ഇനി സോഫ്റ്റ്വെയറിന്റെ ഫണ്ടമെന്റൽസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ്. സോഫ്റ്റ്വെയർ റെഫേഴ്സ് ടു എ കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലേ? നമ്മളിപ്പോൾ പഠിച്ചത്.
അപ്പൊ ഈ എങ്ങനെ ഇൻസ്ട്രക്ഷൻ കൊടുക്കും? നമ്മളെ ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് അറിയില്ല, കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജ് നമുക്കും അറിയില്ല. നമുക്ക് ഈ സീറോസ് ആൻഡ് വൺസ് ഒക്കെ ഓർത്തു വെക്കാൻ പറ്റുമോ? ഇല്ല. കമ്പ്യൂട്ടറിന് നമ്മൾ പറയുന്ന ഇംഗ്ലീഷോ മലയാളമോ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ബേസിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് സീറോസ് ആൻഡ് വൺസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉള്ള ഒരു ലാംഗ്വേജ് ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് രണ്ട് പേർക്കും അറിയുന്ന ഒരു ഭാഷ യൂസ് ചെയ്തിട്ടല്ലേ അല്ലേ? ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് വല്ല ചൈനീസിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എൻ്റെ വ്യൂവേഴ്സ് വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും അല്ലേ? നിങ്ങൾക്ക് ഇത് മനസ്സിലാവുമോ? ഇല്ല. അതേപോലെ സിസ്റ്റത്തിന് മനസ്സിലാവുന്ന കുറച്ച് ഭാഷകളുണ്ട്, അതിനെ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇപ്പം അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണം, എന്നിട്ട് വേണം ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ? സിസ്റ്റത്തിനോട്, അല്ലെങ്കിൽ സിസ്റ്റത്തിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ. ആ കിട്ടുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ അവരെന്ത് ചെയ്തോളും? അവരതിനെ പ്രോസസ്സ് ചെയ്ത് മനസ്സിലാക്കി അവരെ സീറോസ് ആൻഡ് വൺസിലേക്ക് കൺവേർട്ട് ചെയ്ത് അവരതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിക്യൂഷൻ നടത്തിക്കോളും. അത് സിസ്റ്റത്തിന്റെ പണിയാണ്, നമ്മൾ അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ എക്സിക്യൂഷനും ഇതും ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന ആരെന്നെയാണ്? കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ ആണ്. മെയിൻ ആയിട്ട് നമ്മൾ സോഫ്റ്റ്വെയറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇവിടെ നിങ്ങൾക്ക് കാണാം, അത് കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കണം. രണ്ട് തരത്തിൽ നമ്മൾ സോഫ്റ്റ്വെയറുകളെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ ഇൻക്ലൂഡ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ഡിവൈസ് ഡ്രൈവേഴ്സ്, യൂട്ടിലിറ്റി പ്രോഗ്രാംസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തരത്തിൽ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും സിസ്റ്റം സോഫ്റ്റ്വെയർ? സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായ ഇൻസ്ട്രക്ഷൻസ് അതുള്ള പ്രോഗ്രാമുകളെ നമ്മൾ എന്ത് വിളിക്കും? സിസ്റ്റം സോഫ്റ്റ്വെയർ. അതിന് നമുക്ക് അവരുമായിട്ടൊരു കമ്പനി ഇല്ല, നമുക്ക് അവരെ വേണം, പക്ഷെ നമുക്ക് അവരെ പോയി നമ്മൾ അവരെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ എന്താ ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. ഇന്നത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അത് ചെയ്യും, ഇത് ചെയ്യും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആയി വരിക അല്ലെ? നിങ്ങൾ ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആയി വരുന്നു, ആക്റ്റീവ് ആവുന്നു, ക്ലോസ് ബട്ടൺ അടിക്കുമ്പോൾ ക്ലോസ് ആവുന്നു. ഇതൊക്കെ പുറകിൽ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ അത് ആക്ച്വലി ആരെയാ ഹെൽപ്പ് ചെയ്യുന്നത്? സിസ്റ്റത്തിന്റെ വർക്കിംഗ് നടക്കാൻ വേണ്ട ഇൻസ്ട്രക്ഷനാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളൊരു പ്രിന്റർ എടുത്തിട്ട് നിങ്ങളെ സിസ്റ്റത്തിന് കണക്ട് ചെയ്തു, അത് ഒറ്റയടിക്ക് വർക്ക് ചെയ്യുമോ? ഇല്ല. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് കുറച്ച് സോഫ്റ്റ്വെയർ, അതിന് സിസ്റ്റത്തിനോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങളെ സിസ്റ്റത്തിൽ, ഒരു കമ്പ്യൂട്ടറിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോട് വിളിച്ചിട്ട് പറയാം, അതെ ഇങ്ങനെ ഒരു പ്രിന്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇതിനാവശ്യമുള്ള സോഫ്റ്റ്വെയർ ഇതാ പിടിച്ചോ, ഇനി എൻ്റെ പ്രിന്ററിനെയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യൂ, എൻ്റെ പ്രിന്ററിനെ ഐഡന്റിഫൈ ചെയ്യൂ, ഇനി ഞാൻ ഇതിൽ കൊടുക്കുന്ന പ്രിന്റ് കമാൻഡിനെയൊക്കെ ആര് പ്രിന്റ് ചെയ്ത് തരണം? എൻ്റെ പ്രിന്റർ പ്രിന്റ് ചെയ്ത് തരണം, വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാനാ പറയുന്നത്? ഈ പ്രിന്ററിനെ അവിടെ മനസ്സിലായാൽ മാത്രം, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിനെ ഐഡന്റിഫൈ ചെയ്ത് അത് എടുത്താൽ മാത്രമേ അത് പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങൂ. ഇല്ലെങ്കിൽ അതിങ്ങനെ വെറുതെ വയർ കണക്ട് ചെയ്തതുകൊണ്ട് ഈ പ്രിന്റേഴ്സോ അല്ലെങ്കിൽ സ്കാനറുകൾ, പ്ലോട്ടേഴ്സോ ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ അതാ പറയുന്നത്, അതിനാണ് എന്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡിവൈസ് ഡ്രൈവേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിനെ എൻറ്റയർലി കൺട്രോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഡിവൈസിനെയും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ കോഡുകളുണ്ട്, ഇൻസ്ട്രക്ഷൻസ്, അതാണ് ഡിവൈസ് ഡ്രൈവേഴ്സ്. നമ്മളൊരു പുതിയ ഡിവൈസിനെ നമ്മളെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളും കൂടെ നമ്മൾ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. വെറുതെ നമ്മൾ വയർ കൊണ്ട്, ഫിസിക്കൽ കണക്ഷൻ കൊണ്ട് കാര്യം നടക്കുന്നില്ല. പിന്നെ യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മളെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യലാണ് ഇവരുടെയൊക്കെ പണി. മനസ്സിലാവുന്നുണ്ടോ? ഇനി രണ്ടാമത് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അത് ആരെ ഉദ്ദേശിച്ചിട്ട് ഉണ്ടാക്കുന്നതാ? ആരെ ഉദ്ദേശിച്ച് പ്രോഗ്രാം ചെയ്യുന്നതാ? യൂസറിന്. നമ്മളിപ്പോ നിങ്ങളെ മൊബൈലുകളിലൊക്കെ ഇപ്പൊ വാട്സപ്പ് ഒരു ആപ്ലിക്കേഷൻ അല്ലേ? അതെ. നിങ്ങളെ ഇൻസ്റ്റഗ്രാം, അതൊക്കെ എന്താണ്? സോഷ്യൽ മീഡിയ ആണ്. പക്ഷെ അതൊക്കെ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? അതിന്റെ പുറകിൽ എന്താ ഉള്ളത്? കോഡുകളാണ്. ഇനി നിങ്ങളെ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ഗെയിം, അല്ലെങ്കിൽ നിങ്ങൾക്ക് PPT ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ആപ്പ്,
നിങ്ങൾക്ക് PSC പഠിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പോയിട്ട് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യും അല്ലേ, ആൻഡ്രോയിഡ് ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ്, ഇതൊക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ്. നമ്മളെ ആവശ്യങ്ങൾക്ക് എളുപ്പമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയറുകളെയും നമ്മൾ പറയുന്ന പേരാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അത് എൻഡ് യൂസേഴ്സിനെ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കണം എപ്പോഴും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എക്സാമ്പിൾ ആണ് എന്ത്, വേർഡ് പ്രോസസ്സിംഗ്. നമ്മളിപ്പോൾ ചെയ്യുന്ന പവർ പോയിന്റ് പ്രസന്റേഷൻ അല്ലേ, ഇതൊക്കെ നമ്മളെ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്. അതുപോലെ നിങ്ങൾ കളിക്കുന്ന ഗെയിമുകൾ, ഇതൊക്കെ എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെയാണെന്ന് ഒന്നും കൂടെ വിശദമായിട്ട് പറയാണ്. ഓരോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനും എന്തുണ്ടാവും, അതിൻ്റെതായിട്ടൊരു സ്പെസിഫിക് ഫംഗ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ത് തന്നെയാണ്, പ്രോഗ്രാംസും അതിനാവശ്യമായിട്ടുള്ള ടൂൾസും ആണ്. ഇത് ഡിസൈൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടി. അതുപോലെ ഇത് എയിം ചെയ്യുന്നത് ആരെയാണ്, എൻഡ് യൂസേഴ്സ്. കമ്പ്യൂട്ടറിനെ പറ്റി ഒരു നോളജും ഇല്ലെങ്കിലും നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമല്ലോ, അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. ഒരു കമ്പ്യൂട്ടറിനെ പറ്റി വലിയ പരിചയങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് അതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റണം. അടുത്തത് അത് മൂന്നാമത്തെ പോയിന്റും സെയിം ആണ്. ഫോക്കസ്ഡ് ഓൺ പ്രൊവൈഡിങ് ഫങ്ഷണാലിറ്റീസ് ദാറ്റ് ഡയറക്ട്ലി സെർവ്സ് യൂസർ നീഡ്. യൂസറിന്റെ ആവശ്യങ്ങളെ നേരിട്ട് ചെയ്തു കൊടുക്കുന്ന, പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ് വേർഡ് പ്രോസസ്സിംഗ്. നിങ്ങൾ മൈക്രോസോഫ്റ്റ് വേർഡിൽ ഡോക്യുമെന്റുകൾ, പ്രൊജക്റ്റുകളൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒക്കെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാറില്ലേ. അപ്പോൾ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അത് മുതൽ ഡാറ്റ അനാലിസിസ്, അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈന്, ഗെയിമിങ്, നമ്മളിപ്പോൾ പറയുന്ന AI വരെ എത്തി നിൽക്കുന്നുണ്ട് എന്ത്, ആപ്ലിക്കേഷൻസ്. AI ഉപയോഗിച്ചിട്ടൊക്കെ ഒരുപാട് ആപ്പുകൾ ഉണ്ട് അല്ലേ, നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളെ ഫോട്ടോ എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഗെയിമിങ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിൽ വരും, വെബ് ബ്രൗസിങ് എല്ലാം ഇതിനകത്ത് വരുന്നതാണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവായിട്ടും, ഇത് ഒരേ പോയിന്റ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എഫക്റ്റീവായിട്ട്, എഫിഷ്യൻ്റ്ലി. അവിടെ രണ്ട് എഫിഷ്യൻ്റ്ലി ആയി പോയിട്ടുണ്ടോ, ഒന്ന് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി ആണ്, മാറിപ്പോയതാണ്. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ, ടു എനേബിൾ യൂസേഴ്സ് ടു ഇന്ററാക്ട് വിത്ത് ദ കമ്പ്യൂട്ടർ ആൻഡ് പെർഫോം effectively and efficiently. അപ്പോൾ നല്ല സോഫ്റ്റ്വെയറുകൾ ഉണ്ടാവുന്ന സമയത്ത്, നല്ലത് ഇൻ ദ സെൻസ് നമ്മളെ ആവശ്യങ്ങൾ, അതായത് യൂസേഴ്സിന് ഏറ്റവും കംഫർട്ടബിൾ ആവുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ എന്ത് പറയുക, ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ എന്ന് പറയും. അപ്പോൾ ഇത് എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യും, പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പ്രൊഫഷണൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ഇപ്പോൾ PPT ഒക്കെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു പ്രൊഫഷണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി, പ്രസന്റേഷന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ കണ്ടിന്യൂസ്ലി ഇവോൾവിംഗ് ടു ഇൻകോപ്പറേറ്റ് ന്യൂ ടെക്നോളജി. പുതിയ ടെക്നോളജികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം, അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ് അഡ്രസ്സസ് എമേർജിങ് നീഡ്സ്. ആവശ്യങ്ങൾ കൂടി വരിക ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. നമ്മളെ ഈ പെർട്ടിക്കുലർലി ഈ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഫീൽഡ് മിനിറ്റ് വെച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡ്. അപ്പോൾ അവിടെ ആവശ്യങ്ങൾ കൂടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് ആണ്. വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. ഇതെന്ന് പറയുന്നത് എന്തിനാണ്, ക്രിയേറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, പ്രിന്റ് ചെയ്യുക. എന്തിനെ, ടെക്സ്റ്റുകൾ നമുക്ക് ടൈപ്പ് ചെയ്യാനും അതിനെ പ്രിന്റ് ചെയ്യാനും, അതിന് ആരെങ്കിലും അയച്ചു തന്ന ഒരു ഡോക്യുമെന്റിനെ ഒന്ന് എഡിറ്റ് ചെയ്യാനും, ഇതിനെയൊക്കെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. യൂസർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ, എഡിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ അല്ലെ, ചേഞ്ച് ചെയ്യുന്നതിനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കാർഡുകൾ ഉണ്ടാക്കാം അല്ലെ, മെയിലുകൾ അയക്കാം. ഒരു 100 പേർക്ക് ഒരേ മെയിൽ, ഒരു ഇൻവിറ്റേഷൻ അടിച്ചിട്ട് 100 പേർക്ക് അയക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, വേർഡിൽ മെയിൽ മെർജിംഗ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ടൈപ്പ് ചെയ്യുന്നത് ഒറ്റ പ്രാവശ്യം ടൈപ്പ് ചെയ്യുക, 100 അഡ്രസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ സെയിം ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ലെറ്റർ അയക്കാൻ പറ്റും. അതിനൊക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്.
അതുപോലെ ഇമേജുകൾ, ടേബിളുകൾ, ചാർട്ടുകൾ, സ്പെൽ ചെക്ക്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വേർഡ് നിങ്ങൾ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ്, ഗൂഗിൾ ഡോക്സ്, ആപ്പിളിൻ്റെ ആണെങ്കിൽ മാക്കിൻടോഷ്, ആപ്പിൾ മാക്കിൻടോഷ് ആണെങ്കിൽ അതിന് പേജസ് എന്ന് പറയും. ലിനക്സിൽ ഒരു പേരുണ്ട്, ലിബർ ഓഫീസിൽ യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ കമ്പനിക്കും അവരവരുടേതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും കേട്ടോ. അതായത് മൈക്രോസോഫ്റ്റിന്റെ ആണെങ്കിൽ വേർഡ്, ആപ്പിളിന്റെ ആണെങ്കിൽ പേജസ്, അങ്ങനെ പറയാന്ന് മാത്രം. ഗൂഗിളിന്റെ ആണെങ്കിൽ ഡോക്സ്. ഇനി സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എക്സൽ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻസ് allow users to organize, analyze and manipulate numerical and text-based data using cells arranged in rows and columns. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ എക്സൽ ഷീറ്റുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ പേപ്പർ, അപ്പം അതിലുണ്ടാവും റോസ് ആൻഡ് കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. വേർഡ് പ്രോസസ്സിങ്ങിൽ അങ്ങനെയില്ല, പ്ലെയിൻ ടെക്സ്റ്റാണ്, പ്ലെയിൻ ആയിട്ടുള്ള ഒരു പേജാണ് കാണാം നമുക്ക് A4 ഷീറ്റ് പോലെ. ഇതിൽ അങ്ങനെയല്ല, സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. റോസ് ആൻഡ് കോളംസ് ആയിട്ട്, ചെറിയ ചെറിയ റോസ് ആൻഡ് കോളംസ്. അതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഒക്കെ ഈ സ്പ്രെഡ്ഷീറ്റുകൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാൽക്കുലേഷൻസ്, നമ്മളിപ്പം എന്താ പറയുക, ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണം. നമുക്ക് കോളേജിലെ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ്, അവരുടെ ഫീ പേയ്മെന്റ്, അവരുടെ അറ്റൻഡൻസ്, അവരുടെ മാർക്കുകൾ, അല്ലെങ്കിൽ നമുക്കൊരു ബജറ്റ് ഉണ്ടാക്കാൻ, നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് നമ്മുടെ വീട്ടിലൊരു മാസത്തെ ബജറ്റ് ഉണ്ടാക്കാൻ, അങ്ങനെ എന്തിനു വേണമെങ്കിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, എക്സൽ യൂസ് ചെയ്യാം. നമ്മളെ സ്റ്റോക്കുകൾ, ഒരു കമ്പനി ആണെങ്കിൽ സ്റ്റോക്ക് ഇൻവെന്ററി സൂക്ഷിക്കാൻ ഒക്കെ നമുക്ക് എക്സൽ പോലെയുള്ള സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡാറ്റ മാനേജ്മെന്റിന്, അനലൈസ് ചെയ്യാൻ, എത്രത്തോളം നമ്മൾ ഈ ചാർട്ടുകളൊക്കെ വരയ്ക്കാറില്ലേ, അതിനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്യാം. മൈക്രോസോഫ്റ്റിലാണെങ്കിൽ എക്സൽ ആണ്, ഓപ്പൺ ഓഫീസ് ആണ് ലിനക്സിൽ വരുന്നത്, ഗൂഗിളിൽ ഷീറ്റുകൾ എന്നാണ് അതിൻ്റെ പേര്. ഇനിയാണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനിപ്പോൾ ഈ ഉണ്ടാക്കിയ സ്ലൈഡുകളൊക്കെ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് സ്ലൈഡ് ഷോകൾ ഉണ്ടാക്കാൻ, വിഷ്വലി പ്രസന്റ് ചെയ്യാൻ, ഇൻഫർമേഷനെ പ്രസന്റ് ചെയ്യാനുള്ളതാണ് എന്ത്, പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ, അക്കാഡമിക് ലെക്ചേഴ്സ്. ഇത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിലാണ്, പവർ പോയിന്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബിസിനസ്, നമുക്ക് ബിസിനസ് കമ്പനികളിലൊക്കെ നിങ്ങൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, വലിയ സ്ക്രീനിൽ ഇങ്ങനെ സിസ്റ്റമൊക്കെ വെച്ചിട്ട് ക്ലാസ് എടുക്കുന്നതൊക്കെ, പ്രസന്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിന് പബ്ലിക് സ്പീക്കിംഗ് എൻഗേജ്മെന്റ്സിൽ, പൊതുപ്രസംഗത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ, നമുക്ക് നമ്മൾ ആരോടെങ്കിലും ഒരു വലിയൊരു മോബിനെ ഫേസ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അവരുമായിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് എന്ത്, പ്രസന്റേഷൻസ്. അപ്പം മൈക്രോസോഫ്റ്റിൻ്റെ ആണ് പവർ പോയിന്റ് എന്ന് പറയും, ആപ്പിളിൻ്റെത് കീ നോട്ട് ഉണ്ട്. അങ്ങനെ ലിനക്സിൻ്റെത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് തപ്പി കണ്ടുപിടിച്ചോളൂ, ലിബർ ഓഫീസ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്പൺ ഓഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പല പേരുകളും ഉണ്ട്. ഇനി ഡാറ്റാബേസ് സോഫ്റ്റ്വെയറുകൾ. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ, ഡാറ്റ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആലോചിക്കുക, ഡാറ്റ ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ, ടേബിൾസിന്റെ ഫോമിൽ സ്റ്റോർ ചെയ്യാം, അതിനെയാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ബുക്കിൽ, ഒരു ലെഡ്ജറിൽ, അല്ലെങ്കിൽ ഒരു അറ്റൻഡൻസ് ബുക്കിൽ, അല്ലെങ്കിൽ കടകളിലുള്ള സ്റ്റോക്ക്, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ ഓർഡറിലാണ് അല്ലേ. വെറുതെ അങ്ങോട്ട് ആളെ പേരും കുട്ടികളുടെ പേരും അഡ്രസ്സും അങ്ങനെ എഴുതുമോ, ഇല്ല. ഓരോന്നിനും ഓരോ പർട്ടിക്കുലർ, നിങ്ങളെ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. അറ്റൻഡൻസ് ബുക്ക് എങ്ങനെയാ, ഒരു സീരിയൽ നമ്പർ, പിന്നെ പേര്, അഡ്മിഷൻ നമ്പർ, ഓരോ ഡേറ്റ് ഇടുന്നു, അറ്റൻഡൻസ് ഇടുന്നു അല്ലേ, ടോട്ടൽ നോക്കാൻ ഒരു കോളം ഉണ്ടാവും, അങ്ങനെ പോകുന്നത്. അപ്പോൾ അതുപോലെ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഡാറ്റയെ ഓർഗനൈസ്ഡ് ആയിട്ട് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സംഭവമാണ് ഡാറ്റാബേസ്. കൂടുതലായിട്ട് നിങ്ങൾക്ക് വലിയ അടുത്ത സെമ്മിലൊക്കെ പഠിക്കാനുണ്ടാവും. അപ്പൊ ആവശ്യത്തിനനുസരിച്ച് ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിലാണ്, ഒരു പർട്ടിക്കുലർ രീതിയിൽ തന്നെ ഇതിനെ സ്റ്റോർ ചെയ്യും. ഇപ്പൊ നിങ്ങളെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ സീരിയൽ നമ്പർ, പേര്, ക്ലാസ്, അല്ലെങ്കിൽ സ്ട്രീം, നിങ്ങളെ ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, പാരൻസിന്റെ നെയിം, ഫോൺ നമ്പർ, അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഓർഡർ ഉണ്ടെങ്കിൽ എല്ലാ കുട്ടികളുടെ ഡാറ്റയും അതേ ഫോർമാറ്റിലായിരിക്കും കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കത് റിട്രീവ് ചെയ്യാനോ അതിനകത്തേക്ക് പുതിയ ഡാറ്റ എൻ്റർ ചെയ്യാനോ ഒക്കെ എളുപ്പമായിരിക്കും. അതാണ് ഡാറ്റാബേസിന്റെ ഒരു ഫംഗ്ഷൻ. അതാണ് അവിടെ സ്ട്രക്ചേർഡ് ഡാറ്റ എന്നൊന്നും കേട്ടിട്ട് പേടിച്ചു വേണ്ട. സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ വെറുതെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് പകരം അതിനൊരു പെർട്ടിക്കുലർ ഫോർമാറ്റിൽ വൃത്തിയായിട്ട് സ്റ്റോർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ.
enabling users to organize and access large volume of data. അതുപോലെ ഡാറ്റാബേസിനകത്ത് ഇഷ്ടം പോലെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമല്ല, ഒരുപാട് ഡാറ്റ വലിയ അളവിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഇൻവെന്ററികൾ, കമ്പനികളുടെ സ്റ്റോക്ക് അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നത് എന്തിലാണ്? ഡാറ്റാബേസില്ല. എല്ലാം ഡാറ്റ ഇപ്പൊ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡാറ്റേനെ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഡാറ്റാബേസ് ഒക്കെ ഇപ്പൊ ഇഷ്ടംപോലെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഒരുപാട് ഡാറ്റ അനാലിസിസ് തന്നെ വലിയൊരു ഫീൽഡാണ് കമ്പ്യൂട്ടർ സയൻസിലെ. അപ്പോൾ ഈ ഡാറ്റേനെയൊക്കെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണ്ട, ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റേനെ, അതിന് യൂസ് ചെയ്യുന്നതാണ് ഡാറ്റാബേസ്. enabling users to organize and access large volumes of data. അതിന് എക്സാമ്പിൾ ആണ് മൈക്രോസോഫ്റ്റ് ആക്സസ്, ഒറാക്കിൾ ഡാറ്റാബേസ്, MySQL, PostgreSQL, അത് ലിനക്സിൽ വരുന്നതാണ് PostgreSQL എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ. ഇനി ഗ്രാഫിക്സ് ഡിസൈൻ. ഗ്രാഫിക് ഡിസൈൻ ആപ്ലിക്കേഷൻസ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് ആൻഡ് മാനിപ്പുലേറ്റ് വിഷ്വൽ കണ്ടന്റ് ആസ് ഇമേജസ്, ഇല്ലസ്ട്രേഷൻസ്, ലേ ഔട്ടുകൾ. നമുക്ക് പല ആവശ്യങ്ങളുണ്ടല്ലോ അല്ലേ? നമ്മൾ എന്തിനാ ഗ്രാഫിക്സ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് നല്ലൊരു ബുക്ക് ഡിസൈൻ ചെയ്യണം, നമുക്ക് ഗ്രാഫിക്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഗ്രാഫിക്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നമ്മൾ AI ഗ്രാഫിക്സ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അതുപോലെ വെരി സിമ്പിൾ ആയിട്ട് പറയുന്നത് പെയിന്റ് ഇല്ലേ? പെയിന്റ്, നിങ്ങൾ ചിത്രങ്ങൾ വരയ്ക്കുന്നില്ലേ? അതുപോലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അത് എഡിറ്റ് ചെയ്യുക അല്ലേ? അങ്ങനെ ഒരുപാട് നമ്മൾ ഫോണിലൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ടൈപ്പോഗ്രാഫി, ഡിജിറ്റൽ പ്ലാനിങ്, ഡ്രോയിങ്, ഫോട്ടോ എഡിറ്റിങ്, അതൊക്കെ എന്തിലാണ്? നമുക്ക് മെയിനായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അഡോബ് ഫോട്ടോഷോപ്പ് അല്ലേ? ഏത് ഫോട്ടോനെയും കട്ട് ചെയ്യാനും പേസ്റ്റ് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒട്ടിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാനോ ഒക്കെ പറ്റും. അതുപോലെ അഡോബ് ഇല്ലുസ്ട്രേറ്റർ, കോറൽ ഡ്രോ, ജിംപ്, ഇതൊക്കെ എന്തിനു യൂസ് ചെയ്യുന്നതാ? ജിംപിന്റെ ഫുൾ ഫോം ആണ് ഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം, GIMP. അപ്പൊ ഇതൊക്കെ വീഡിയോസ്, ഓഡിയോ, ഫോട്ടോസും ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ചിത്രങ്ങൾ ഇതിനെയൊക്കെ എഡിറ്റ് ചെയ്യാനും ഉണ്ടാക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഗ്രാഫിക് ഡിസൈൻ സോഫ്റ്റ്വെയറുകൾ. ഇനി വെബ് ബ്രൗസേഴ്സ് ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. വെബ്സൈറ്റുകൾ ഇന്റർനെറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ വെബ് ബ്രൗസേഴ്സ് വഴിയാണ് വളരെ വെബ്സൈറ്റുകൾ നമ്മൾ ഗൂഗിൾ ചെയ്യുന്നതും അല്ലേ? അതൊക്കെ ചെയ്യുന്നത് എന്ത് വഴിയാണ്? വെബ് ബ്രൗസേഴ്സ് വഴിയാണ്. അവരെന്ത് ചെയ്യും? നമുക്ക് വെബ് പേജസ് കൊണ്ടുവന്നു തരും. അപ്പൊ ഇന്റർനെറ്റിൽ നാവിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിൽ പല സൈറ്റുകളിൽ സെർച്ച് ചെയ്യാനും അതുപോലെ മൾട്ടിമീഡിയ കണ്ടന്റ് കാണാനും വെബ് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ? നിങ്ങളിപ്പോൾ ഗൂഗിൾ ഫോമുകൾ ഒക്കെ നിങ്ങൾക്ക് പരിചിതമായിരിക്കുമല്ലോ. ഗൂഗിൾ ഫോം ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അതൊക്കെ ഒരു ലിങ്കാണ് അല്ലേ? അത് എവിടുന്നാണ് കിട്ടുന്നത്? ഇന്റർനെറ്റിൽ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ പോയിട്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ഫോമുകൾ ഓപ്പൺ ആയി വരും, അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ എന്തിന്റെ ഇതാണ്? അതൊക്കെ ഇവിടുന്ന് ആക്സസ് കിട്ടുന്നത് നമുക്ക് വെബ് ബ്രൗസേഴ്സ് ആണ്. എക്സാമ്പിൾ പറയണ്ടാവും ഗൂഗിൾ ക്രോം, മോസില ഫയർഫോക്സ്, സോഫ്റ്റ്വെയറിന്റെ മൈക്രോസോഫ്റ്റിന്റെ ആണെങ്കിൽ എഡ്ജസ്, ആപ്പിളിന്റെ സഫാരി, ഇങ്ങനെയൊക്കെ കുറെ വെബ് ബ്രൗസേഴ്സ് ഉണ്ട്. ഇമെയിൽ ക്ലയന്റുകൾ എന്ന് പറഞ്ഞാൽ ഇമെയിൽ സോഫ്റ്റ്വെയറുകൾ. നമുക്ക് മെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറ്റ് എനേബിൾ യൂസേഴ്സ് ടു സെൻഡ്, റിസീവ് ആൻഡ് ഇമെയിൽ മെസ്സേജസ്. അപ്പോൾ നിങ്ങൾ ജിമെയിലൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പുതിയൊരു മെയിൽ അയക്കാനാണെങ്കിൽ കമ്പോസ് ഇമെയിൽ എന്ന് പറയും. അതുപോലെ മെയിൽ ബോക്സസിൽ ഒരു മെയിൽ ബോക്സ് ഉണ്ടാവും. ആ മെയിൽ ബോക്സിൽ കുറേ നമുക്ക് വരുന്ന ഇൻബോക്സ്, സെൻഡ് മെസ്സേജസ് അല്ലേ, ഡ്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യേണ്ടത് സേവ് ചെയ്തിടാം, ആവശ്യമില്ലാത്തത് ട്രാഷിൽ കൊണ്ടിടാം, ഇനി അവിടുന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആണ് ഇമെയിൽ ക്ലയൻസ് എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റിന്റെ ആണെങ്കിൽ ഔട്ട്ലുക്ക് ആണ്, ഗൂഗിളിൻ്റെ ജിമെയിൽ, മോസില തണ്ടർബേർഡ്, ആപ്പിളിന് ആപ്പിൾ മെയിൽ. അപ്പോൾ നമുക്ക് പുതിയ കമ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ പുതിയ മെയിലുകൾ ഉണ്ടാക്കാൻ, നമുക്ക് ആർക്കെങ്കിലും മെയിൽ അയക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്തുമാത്രം മതി? ഒരു ഇമെയിൽ ID ഉണ്ടായിരുന്നാൽ മതി. മീഡിയ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഓഡിയോയും വീഡിയോയും ഫയലുകൾ, നിങ്ങൾ ഫിലിം കാണാനോ നിങ്ങൾ പാട്ട് കേൾക്കാനോ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്പുകൾ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മീഡിയ പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എന്തൊക്കെ ഉണ്ടാവും? മീഡിയ പ്ലേയേഴ്സിന് നിങ്ങൾക്കറിയാം. നിങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അത് പോസ് ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പോസ് ചെയ്യാം. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഡയലോഗ് കേട്ടില്ല എന്ന് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യും?
പിന്നിലേക്ക് പ്ലേ ബാക്ക് ചെയ്യും അല്ലേ? അതുപോലെ ഇഷ്ടമില്ലാത്തൊരു സിനിമ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു സീനോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു പാട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫോർവേഡ് ചെയ്യാം. ഇതൊക്കെ ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തില്? മീഡിയ പ്ലേയേഴ്സിൽ. അതുപോലെ പ്ലേലിസ്റ്റുകൾ ഉണ്ടാക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. അപ്പോൾ പ്ലേലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എന്തായിരിക്കും? നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാട്ടുകൾ മാത്രമായിട്ട് സേവ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. എക്സാമ്പിളാണ് വിൻഡോസ് മീഡിയ പ്ലെയർ, VLC മീഡിയ പ്ലെയർ, ഈ ട്യൂൺസ്, വിന്നാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങളത് വേണമെങ്കിൽ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ പേരുകളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഇനി ഗെയിമിംഗ് സോഫ്റ്റ്വെയറുകളാണ്. അത് പറയാനൊന്നും ഉണ്ടാവില്ല. ഇഷ്ടം പോലെ ഗെയിമിംഗ് സോഫ്റ്റ്വെയറുകളുണ്ട് അല്ലേ? നമുക്ക് വീഡിയോ ഗെയിമുകളും കമ്പ്യൂട്ടർ മൊബൈൽ ഗെയിമുകളൊക്കെ കളിക്കുന്നത്. അപ്പോൾ അതിന് എന്തുണ്ടാവും? ഒരു ഗെയിമിംഗ് കൺസോൾ ഉണ്ടാവും. അപ്പോൾ ഈ ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ? സിംഗിൾ ആയിട്ട് ഒരാൾക്ക് വേണമെങ്കിൽ കളിക്കാം. മൾട്ടിപ്ലെയർ ഉണ്ട് അല്ലേ? അതുപോലെ നിങ്ങൾ കളിക്കാറുള്ള പബ്ജി ഒക്കെ എങ്ങനെയാണ്? ഒരു വലിയ നെറ്റ്വർക്കിൽ നിങ്ങൾ ഗെയിം കളിക്കുന്നുണ്ട്. ഒരുപാട് പേര് കൂടി ചേർന്നിട്ടൊക്കെ കളിക്കാൻ പറ്റുന്ന വലിയൊരു ഇതാണ് ഗെയിമിംഗ് സോഫ്റ്റ്വെയറുകൾ. സ്റ്റീം, എപ്പിക് ഗെയിം സ്റ്റോർ, യൂബിസോഫ്റ്റ് കണക്ട്, പ്ലേ സ്റ്റേഷൻ നെറ്റ്വർക്ക്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഗെയിമിംഗ് സോഫ്റ്റ്വെയറുകൾക്ക് എക്സാമ്പിളാണ്. എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയറുകൾ ഇഷ്ടംപോലെ ഉണ്ട്. എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയറുകൾ നിങ്ങൾക്ക് നിങ്ങളെ ഫോണിലൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഓരോ ക്ലാസ് വൈസ് ഉള്ള ആപ്പുകൾ ഉണ്ടാവും. CBSE സ്കൂളിലേക്ക് നിങ്ങൾക്ക് CBSE സിലബസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ക്ലാസ് 3, ക്ലാസ് 4, ക്ലാസ് 5 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ അതുണ്ടാവും. അതുപോലെ നിങ്ങൾക്കൊക്കെ ഇപ്പം കോഴ്സെറ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു ഇതുണ്ട്. അതിൻ്റെ ആപ്പുകൾ ഉണ്ടാവും. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്വയം എന്നൊക്കെ പറയുന്ന ആപ്പ്. അതൊക്കെ എന്താ? എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയറുകളാണ്. അതിലെന്ത് ചെയ്താൽ മതി? നമ്മൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക. അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ പഠിക്കാം. നമുക്ക് വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്ത് തരും? നമുക്ക് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്ത് തരും. അപ്പം അങ്ങനത്തെ ഒരുപാട് എഡ്യൂക്കേഷണൽ ഗെയിമുകളുണ്ട് അല്ലേ? അതുപോലെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ഉണ്ടാവും. എഡ്യൂക്കേഷണൽ ഗെയിമുകൾ ഉണ്ടാവും. വെർച്വൽ സിമുലേഷൻസ്, ഗ്രാഫിക്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന അങ്ങനത്തെ ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ സ്കൂളുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ ഇപ്പം നമ്മൾ ചെയ്യുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ മൂഡിൽ അതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. പ്ലാറ്റ്ഫോം മൂഡിൽ അതൊക്കെയാണ് എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ. അപ്പോൾ